തണ്ണിത്തോട് ഗ്രാമപഞ്ചായത്തിലെ 11ാം വാർഡായ മണ്ണീറ എന്ന ഗ്രാമമാണിത്. ഒറ്റപ്പെട്ട ഒരു ഗ്രാമപ്രദേശമാണ്. വനത്താൽ ചുറ്റപ്പെട്ട ഒരു മേഖലയാണ്. ഒരുപാട് ടൂറിസ്റ്റുകളും വരുന്നൊരു മേഖലയാണ്. കുട്ടവഞ്ചി സവാരിയും വെള്ളച്ചാട്ടവും ഉൾപ്പെടെ നിരവധി ടൂറിസ്റ്റുകൾ കേരളത്തിൻ്റെയും ഇന്ത്യയുടെ പല ഭാഗത്തു നിന്ന് തന്നെ ഇവിടെ എത്തി ഈ കുട്ടവഞ്ചി എല്ലാം വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ മണ്ണീറ ഗ്രാമം. എന്നാൽ അതിനനുസരിച്ചൊരു വികസനങ്ങൾ ഈ മണ്ണീറയിൽ എത്തുന്നില്ല. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ അണ്ടറിലാണ് ഈ മണ്ണീറയിൽ 1 കിലോമീറ്റർ കൂടുതലുള്ള ഈ മുണ്ടോമുഴി റോഡ്. ഇതിൻ്റെ പണി നടന്നിട്ട് 3 വർഷത്തിലേറെയാണ് ആയിട്ടുണ്ട് ഇപ്പം മുഴുവനായിട്ട്. പക്ഷേ അതിൻ്റെ അനുസരിച്ച് ഈ റോഡിൻ്റെ ഒരു വികസന പ്രവർത്തനം ചെയ്യുവാനോ, ഏകദേശം ഈ പഞ്ചായത്ത് ഇലക്ഷന് 2 മാസം മുമ്പ് ഇതിൻ്റെ പണി MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ച് 45 ലക്ഷം രൂപ അനുവദിച്ച് ഇതുവരെ അതിൻ്റെ പണി പൂർത്തീകരിക്കുവാനോ അതിൻ്റെ പണി തുടങ്ങുവാനോ സാധിച്ചിട്ടില്ല. കുറേ മെറ്റിൽ ഈ റോഡിൻ്റെ സൈഡിൽ ഇറക്കിയത് കാരണം വാഹനങ്ങൾ പോകാൻ പോലും ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ഒരു ദിവസം ഈ റോഡിൻ്റെ ഒരു സൈഡ് അതീവ കൊക്കയുള്ള ഒരു സ്ഥലമാണ്. റോഡിൻ്റെ അടിവശത്ത് അതിഭയങ്കര കൊക്കയാണ് ഒരു സൈഡ്. അവിടേക്ക് നമ്മുടെ ഇവിടുന്ന് ഒരു ടൂറിസ്റ്റ് ബസ്, കുട്ടവഞ്ചി സവാരിയിലേക്ക് വന്ന ഒരു ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് അവസാനം ഇവിടുത്തെ യുവാക്കളും ഇവിടുത്തെ ഓട്ടോ ഡ്രൈവർമാരും എല്ലാം ചേർന്ന് കെട്ടിവലിച്ചാണ് ഞങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നത്. വലിയൊരു ദുരന്തം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയായിരുന്നു അവിടെ. ഞങ്ങളിവിടെ മണ്ണീറ ഓട്ടോ ഓടുന്ന ഓട്ടോക്കാരാണ്. ഏകദേശം ഒരു 10 വർഷം കൊണ്ട് ഞാനിവിടെ ഓട്ടോ ഓടിക്കുന്നുണ്ട്. നമ്മുടെ ഈ റോഡിൻ്റെ ഒരു അവസ്ഥയാണ് വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥ. ഒരു 3 വർഷത്തിന് മുമ്പ് ഒരു 10 ലക്ഷം രൂപ അനുവദിച്ച് ഒന്ന് പണിഞ്ഞതാണ്. അത് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 2 മാസത്തോളം അത് നിന്നുള്ളൂ. 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ വീണ്ടും ഇതേ കുഴികളായി. ഇപ്പോൾ നിങ്ങളിങ്ങോട്ട് വന്നപ്പോൾ കണ്ടു കാണും, ആ മുണ്ടോമുഴി നിന്ന് ഇങ്ങോട്ടുള്ളത് നമ്മുടെ ടൂറിസ്റ്റ് ഏരിയയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇപ്പോൾ ഒരു 4-5 മാസത്തിന് മുമ്പ് ഒരു 40 ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ച് ഫ്ലെക്സ് ഒക്കെ വെച്ച് മുണ്ടോമുഴി തലമാന റോഡെന്ന് പറഞ്ഞുകൊണ്ടൊരു ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു 2-3 ഇടത്ത്. അപ്പോൾ അത് MLA ഫണ്ടാണെന്നാണ് അന്ന് പറഞ്ഞത്. പക്ഷേ ഇന്നിപ്പോൾ ഒരു 4 മാസത്തോളമായി. ഇന്നിപ്പോൾ ആ ഫ്ലെക്സും കാണാനില്ല. ഇതുപോലെ ഇവിടെ കിടക്കുന്ന കുറച്ച് മിറ്റിൽ, അപ്പുറത്ത് കുറച്ച് മിറ്റിൽ ഇറക്കിയിട്ടുണ്ട്. ഈ മിറ്റിലൊക്കെ കുറച്ച് കൊണ്ടുവന്ന് വല്ലപ്പോഴും ഒക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ കൊണ്ടുവന്ന് ഇറക്കുന്നതല്ലാതെ യാതൊരു നടപടി ഇതിന് വേണ്ടിയിട്ടുണ്ടായിട്ടില്ല. പിന്നെ മുണ്ടോമുഴി ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ടൂറിസ്റ്റ് ബസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവിടുന്ന് ചെല്ലുന്ന വണ്ടികളെല്ലാം അവിടെ ബ്ലോക്കാണ്. പിന്നെ അങ്ങോട്ടും പോകത്തില്ല വണ്ടി, ഇങ്ങോട്ടും വരത്തില്ല. ആ ഒരു അവസ്ഥയിലാണ്. അത് വലിയ ദുരിതമാണ്. കാരണം നമുക്ക് ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിയിലോട്ട്, അതായത് കോന്നി, നമുക്ക് ഹോസ്പിറ്റലുള്ളതെന്ന് പറഞ്ഞാൽ കോന്നി മെഡിക്കൽ കോളേജ് പത്തനംതിട്ട. അപ്പോൾ നമ്മുടെ അവിടോട്ട് ഈ ഓട്ടം വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു എമർജൻസി ആയിട്ട് അങ്ങോട്ട് പോകുമ്പോൾ അവിടുന്ന് ഒരു ബസ് വന്നു കഴിഞ്ഞാൽ ഈ ബസ് പിന്നെ മാറ്റണമെങ്കിൽ ഏകദേശം 1 മണിക്കൂർ 2 മണിക്കൂർ എടുക്കും. അതുവരെ നമ്മൾ ഈ എമർജൻസി ആയിട്ടുള്ള വേറെ ഒരു റോഡ് നമുക്കില്ല. ഈ ഒരു റോഡ് മാത്രമേ ഉള്ളൂ. ഓട്ടോ പോകുമ്പോൾ ഭയങ്കര, ഓട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓട്ടോയുടെ വീതിയേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ വന്നപ്പോൾ കണ്ടു കാണും, ഒരു ഓട്ടോയുടെ വീതിയേ ഉള്ളൂ. അടിവശം എല്ലാം മൊത്തം പോയിരിക്കുകയാണ്. അവിടെ ഇങ്ങനെ റിബണൊക്കെ കെട്ടിയിട്ടുണ്ട്. അവിടെ ഒരു വലിയ വണ്ടി വരുമ്പോൾ പേടിച്ചാണ് വരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ സൈഡിൽ ഒരു ഓടയാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം കുറേ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ആ കട്ടിങ്ങിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റത്തില്ല. അതിപ്പോൾ ടൂറിസ്റ്റുകളായിട്ടുള്ള അവരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിപ്പോൾ ഇവിടെ ഇപ്പം ഈ കൊട്ടവഞ്ചി ഉണ്ട്. കൊട്ടവഞ്ചി ഇവിടെ ഒരു വെള്ളച്ചാട്ടം, ഈ കൊട്ടവഞ്ചി കഴിഞ്ഞിട്ട് വെള്ളച്ചാട്ടത്തിലോട്ട് വരുന്ന റോഡാണ് ഇത്. അപ്പോൾ ഇവരെ മുന്നിട്ട് വേണം അത് ചെയ്ത്. ഒരു ടൂറിസ്റ്റ് ഏരിയയാണ്, ഇഷ്ടംപോലെ വരുമാനമുള്ള. ശനി ഞായർ എന്ന് പറയുമ്പോൾ ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ വരുന്നതാണ്. അപ്പോൾ അവരത് ചെയ്യുന്നില്ല. അവർ MLA കുറ്റം പറയുന്നു, MLA തിരിച്ചു പറയുന്നു. MLA പറയുന്നു, നാട്ടുകാരോട് പറയുന്നു നിങ്ങൾ ചെന്ന് സമരം ചെയ്യും. അപ്പം നാട്ടുകാരെല്ലാം കൂടെ ചെന്ന് അവിടെ ചെന്ന് സമരം ചെയ്യും. ഫോറസ്റ്റുകാർ നാട്ടുകാർക്കെതിരെ കേസെടുക്കും. അങ്ങനെ കഴിഞ്ഞ നാടുകൾ ഇങ്ങനെ നടന്നു വന്നത്. അതുകൊണ്ട് ഇപ്പം ആരും പേടിച്ച് ആർക്കെതിരെ ഒന്നിനും സമരത്തിന് പോകാനോ ഒന്നും കഴിയാത്ത ഒരവസ്ഥയാണ്. അതുകൊണ്ട് റോഡ് ഇങ്ങനെ കിടക്കുന്നു.